ഇന്നത്തെ ചിന്താവിഷയം സ്നേഹിക്കാം സഹോദരനെ. അന്ന് സ്വന്തം സഹോദരനെ കൊല്ലുകയും ദൈവത്തോട് നുണ പറയുകയും ചെയ്ത കയീൻ കൃഷി ചെയ്താലും നിലം തന്റെ വീര്യം നൽകില്ലെന്നും അവൻ ഭൂമിയിൽ ഉഴന്നലയുമെന്നും പറഞ്ഞുകൊണ്ട് ദൈവം അവനെ ശപിച്ചു. ഇന്ന് ജീവിതത്തിൽ നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുന്നില്ലെങ്കിൽ, ജീവിതത്തിൽ എന്ത് ചെയ്താലും യാതൊരു പ്രയോജനവുമില്ലാതെ നമ്മൾ അലഞ്ഞു തിരിയേണ്ടി വരികയാണെങ്കിൽ, നമ്മുടെ സഹോദരന്റെ കാവൽക്കാരനായി തീരുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ആരാഞ്ഞറിയുന്നത് നല്ലതാണ്. എന്തെന്നാൽ സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു എന്നല്ലേ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ സഹോദരനെ പകയ്ക്കുകയാണെങ്കിൽ നമുക്കും കയീനും തമ്മിൽ എന്താണ് വ്യത്യാസം? ആകയാൽ സ്നേഹിത, ഈ ദിനത്തിൽ നമ്മൾ സഹോദരനോട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്കെല്ലാം മറക്കാം, പൊറുക്കാം, അനുരഞ്ജനപ്പെടാം. എന്നാൽ മാത്രമേ നമ്മുടെ ആരാധനകൾ ദൈവം അംഗീകരിക്കൂ, പ്രാർത്ഥനകൾ കേൾക്കൂ. എന്തെന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം എന്നല്ലേ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 4:21.